കാതലൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ട്. കാതലൻ എന്ന് പറയുന്ന സിനിമയുടെ അട്രാക്ഷൻ എന്ന് പറയുന്ന റഹ്മാൻ്റെ സോങ്സ് ഒക്കെ തന്നെയാണ്. അതിൽ പ്രഭുദേവ വടിവേലു കോംബോ അന്ന് തിയേറ്ററിൽ എന്താ പറയുക ഒരുപാട് ട്രെൻഡായി സൃഷ്ടിച്ച കോംബോ തന്നെയാണ് അവർ രണ്ടുപേരുടെയും. ഇവർ മലയാളത്തിൽ ഹിറ്റായ ഒരു സിനിമയുടെ റീമേക്കിൽ അഭിനയിക്കേണ്ടതായിരുന്നു, എന്നാൽ ആ സിനിമ സംഭവിച്ചില്ല. എന്നാൽ അതേ സംവിധായകനെ തന്നെ മറ്റൊരു മലയാളം സിനിമയുടെ റീമേക്കിൽ ഇവർ അഭിനയിച്ചു, അത് ഹിറ്റുമായിരുന്നു. ആ ഒരു സിനിമകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാക്കിയിട്ടുള്ള കോംബോയാണ് സിദ്ദിഖ് ലാൽ. നമുക്കറിയാം, ഒരു റാംജി റാവു മുതൽ കാബൂളിവാല വരെ അവർ ഒരുമിച്ച് സിനിമകൾ ചെയ്തു. അതിനുശേഷം അവർ സ്പ്ലിറ്റായി. പിന്നീട് സിദ്ദിഖ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. ലാൽ അഭിനയ രംഗത്തോട്ട് പിന്നീട് സംവിധാന രംഗത്തോട്ടൊക്കെ മാറി. ഇതിൽ ഒരു സിനിമയാണ് കാബൂളിവാല. കാബൂളിവാല 94 വിഷു സമയത്താണ് തിയേറ്ററിൽ റിലീസായത്. അന്ന് സിനിമ എന്താ പറയുക, ആ സിനിമ മറ്റ് സിദ്ദിഖ് ലാൽ സിനിമകൾ പോലെ അങ്ങനെ ഭയങ്കര ഹിറ്റായില്ലെങ്കിലും ഹിറ്റ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിലെ പാട്ടുകളും പിന്നെ നമുക്കറിയാം വല്ല നായകൻ വിനീതാണെങ്കിലും ശരിക്ക് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇന്നസെൻറ്റും ജഗദീഷ് ശ്രീകുമാറിൻ്റെ കടലാസും കന്നാസും തന്നെയാണ്. അത് അവർ ഹ്യൂമർ മാത്രമല്ല, അവരവസാനം നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളെ എന്താ പറയുക കണ്ണ് നനയിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ഗംഭീരമായിട്ട് തന്നെയാണ് രണ്ടുപേരും അവർ ആ വേഷങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു സിനിമ തമിഴിലേക്ക് സിദ്ദിഖ് അന്ന് തമിഴ് സിനിമകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ സിദ്ദിഖിന് ആദ്യമായിട്ട് തമിഴ് സിനിമ ചെയ്യാൻ അവസരം കിട്ടിയത് കാബൂളിവാലയായിരുന്നു. കാബൂളിവാലയുടെ റീമേക്കിൽ കടലാസും കന്നാസിൻ്റെയും വേഷത്തിൽ പ്രഭുദേവയും വടിവേലും അന്നത്തെ കാതലൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഇങ്ങനെ ഹിറ്റ് കോംബോ ആയിട്ട് നിൽക്കുന്ന അവർ രണ്ടുപേരെയും വെച്ചാണ് പ്ലാൻ ചെയ്തത്. അന്ന് വിനീതിൻ്റെ വേഷത്തിലേക്ക് അന്നത്തെ അപ്കമിങ് ഹീറോ ആയ അജിത്തുമായിരുന്നു. അന്ന് അജിത്ത് കുറച്ച് സിനിമകളൊക്കെ മാത്രം അഭിനയിച്ച് നിൽക്കുന്ന ഒരാളാണ്. അന്ന് അധികം സിനിമകളൊന്നും അജിത്തായാലും വിജയ് ആയാലും അന്ന് രണ്ടുപേരും ഒരു 91-92 സിനിമ കാലഘട്ടം സിനിമയിൽ വരുന്നു. കുറച്ച് സിനിമകളൊക്കെ ചെയ്തൊരു എന്താ പറയുക അന്നത്തെ ഒരു അപ്കമിങ് റൊമാൻറ്റിക് ഹീറോ എന്ന ലെവലിൽ നിൽക്കുന്ന ആളാണ് അജിത്ത്. വിജയും അതേപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു അജിത്തിനെയാണ് അന്ന് ആ ഒരു ക്യാരക്ടറിലേക്ക് ഉദ്ദേശിച്ചത്. അത് ശരിക്കും അന്ന് തമിഴിൽ ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് ഗുഡ് നൈറ്റ് ഫിലിംസ്, നമ്മുടെ ഗുഡ് നൈറ്റ് മോഹൻ, ഷോഗൻ ഫിലിംസ്. അപ്പോൾ അദ്ദേഹം അന്ന് ബോംബെയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മദ്രാസിലുള്ള ഓഫീസിലാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളായിട്ട് ഇവർ പ്രഭുദേവയോടും വടിവേലിനോടൊക്കെ സംസാരിക്കുന്നു, അജിത്തിനോട് സംസാരിച്ചു, എല്ലാം സെറ്റായി നിൽക്കുന്നൊരു സമയത്താണ്. പക്ഷേ പ്രൊഡക്ഷൻ്റെ പല കാരണങ്ങൾ കൊണ്ട്, അതായത് സിദ്ദിഖ് പിന്നീട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഗുഡ് നൈറ്റ് മോഹൻ്റെ അദ്ദേഹത്തിൻ്റെ ചെന്നൈ മദ്രാസ് ഓഫീസിലുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാരണം കൃത്യമായിട്ടുള്ള ഡേറ്റൊക്കെ ഇവരുടെ വാങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ ആ പ്രോജക്റ്റ് അന്ന് നടന്നില്ല. അപ്പോൾ അതൊന്നും സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഹിറ്റായിരുന്നെങ്കിൽ സിദ്ദിഖിന് തമിഴിലൊരു വലിയൊരു ബ്രേക്ക് കിട്ടുമായിരുന്നു. പക്ഷെ സിദ്ദിഖ് പിന്നീട് അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഹിറ്റ്ലർ ചെയ്തു, മലയാളത്തിൽ ഫ്രണ്ട്സ് ചെയ്തു. പിന്നെ ഫ്രണ്ട്സിൻ്റെ റീമേക്കിലാണ് പിന്നെ 2001 പൊങ്കലിൽ റിലീസ് ചെയ്ത തമിഴ് ഫ്രണ്ട്സിലൂടെയാണ് സിദ്ദിഖ് തമിഴ്നാട്ടിൽ ഒരു ഡയറക്ടറായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ആ 2001 പൊങ്കലിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി. വിജയ്ക്ക് വേറൊരു ലെവൽ ഈ ഒരു ഹീറോ എന്ന രീതിയിൽ കുറച്ചുകൂടി താരമൂല്യം വന്ന സിനിമയാണ്. സൂര്യ ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. അത് 4-5 സിനിമകൾ അഭിനയിച്ച് ക്ലിക്കാവാതെ അഭിനയം നിർത്തി വിദേശത്തേക്ക് പോയിരുന്നിരുന്ന സൂര്യ ക്ലച്ച് പിടിച്ച സിനിമ തന്നെയായിരുന്നു ഫ്രണ്ട്സ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോണിക് ബാച്ചലർ മലയാളത്തിൽ ചെയ്ത് ക്രോണിക് ബാച്ചലറിൻ്റെ റീമേക്ക് എങ്കൾ അണ്ണ എന്ന് പറഞ്ഞ് വിജയകാന്താണ് അതിൽ മമ്മൂക്ക റോൾ ചെയ്തത്. അതിൽ ഇന്നസെൻറ്റിൻ്റെ വേഷത്തിൽ വടിവേലും മുകേഷിൻ്റെ വേഷത്തിൽ പ്രഭുദേവയാണ് അഭിനയിച്ചത്. ആ സിനിമ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഈ പറയുന്ന പോലെ വടിവേലും പ്രഭുദേവ കോംബോ അന്ന് സിദ്ദിഖിന് ഒന്നിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ ആ കോംബോനെ സിദ്ദിഖിന് വർഷങ്ങൾ കഴിഞ്ഞ് എങ്കൾ അണ്ണ എന്ന് പറയുന്ന ഒരു സിനിമ എത്തിയപ്പോഴാണ് സിദ്ദിഖിന് അതിൽ ഇവരഭിനയിപ്പിക്കാൻ പറ്റി. ആ സിനിമയും അവിടെ നമ്മൾ ക്രോണിക് ബാച്ചലറിലൊക്കെ പോലെ തന്നെ അവിടെ അത്യാവശ്യം വിജയിച്ച സിനിമ തന്നെയായിരുന്നു. കാരണം വിജയകാന്തിൻ്റെ ഒരു ഇമേജും, വിജയകാന്ത് ആ സമയത്ത് രമണ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. വിജയകാന്ത് ഇവിടെ ഒരു സ്റ്റാറാണ്, നമുക്കറിയാം. വിജയകാന്ത് എന്നും അഭിനയത്തിൽ നിന്ന് മാറുന്ന വരെ സ്റ്റാർഡത്തിൽ നിന്നിരുന്ന ആളാണ് അദ്ദേഹം. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് 2010 ശേഷം ഇറങ്ങി. അതുവരെ അദ്ദേഹം സ്റ്റാറായി തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. ഒരിക്കലും അദ്ദേഹം ഡൗൺ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും പ്രഭുദേവ വടിവേലു കോംബോ നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഈ അടുത്ത് ഒരു സ്റ്റേജ് ഷോയിൽ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ പ്രഭുദേവയും വടിവേലും ഒക്കെ അവരുടെ ചില തമാശകൾ, അതായത് പ്രഭുദേവ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് വടിവേലുമായിട്ട് അവരുടെ ആ പഴയ കാതലെല്ലാം സോങ്ങൊക്കെ വെച്ചിട്ടുള്ള ചില തമാശകളും അവരുടെ കുസൃതികളൊക്കെ കണ്ട് അടുത്തിരിക്കുന്ന എല്ലാവരും എന്താ പറയുക ആരാധനയോടുകൂടി കണ്ട ആളുകളൊക്കെ അത് കൈയടിക്കായിരുന്നു. ധനുഷ് അവിടെ ഇരുന്ന ഒരു ആരാധകനെ പോലെ, ഒരു ഹീറോ ആയിട്ടുള്ള ധനുഷല്ല, പ്രഭുദേവനെയും വടിവേലുവിനെയും കണ്ടു വളർന്ന ഒരു ആരാധകൻ എന്ന രീതിയിൽ ധനുഷിൻ്റെ ഒക്കെ ഒരു എക്സ്പ്രഷനൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. എന്തായാലും ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റു എപ്പിസോഡിൽ കാണാം.